എത്രയും ബഹുമാനപ്പെട്ട വന്യപിതാവേ, അങ്ങയുടെ സ്ലീഹാക്കെടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഓ എൻ്റെ പിതാവേ, ഒരിക്കലും അടക്കാനാവാത്ത ഒരു ദുഃഖം സദാ എൻ്റെ ഹൃദയം അനുഭവിക്കുന്നു. ഞാൻ എന്തു ചെയ്യേണ്ടു? എനിക്ക് കുറെ കൂടെ നല്ല ശക്തി ആത്മാവിൽ കിട്ടുന്നതിന് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാ ദുഃഖങ്ങളും ദൈവ തിരുമനസ്സിന് സമർപ്പിച്ച് കീഴ്വഴങ്ങി സ്നേഹപിതാവ് കൽപ്പിച്ചതുപോലെ എഴുതുന്നതിന് ആരംഭിക്കുന്നു. പിതാവേ, എൻ്റെ ബോധം നേരെ നിൽക്കുന്നില്ലല്ലോ. ഞാൻ എന്തു ചെയ്യേണ്ടു? ചിങ്ങം, അതായത് ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഞായറാഴ്ച കാലത്ത് 4 മണിക്ക് എഴുതിയ എഴുത്ത് കൊടുത്തയക്കേണ്ട. 8 ദിവസം കഴിഞ്ഞു മാത്രം കൊടുത്താൽ മതി. അതിൽ നിന്റെ ആത്മകാര്യം യാതൊന്നും അറിയിച്ചുകൂടാ എന്ന് ഞാൻ കഠിനമായി കൽപ്പിക്കുന്നു. എഴുത്ത് മുറിയിൽ കൊണ്ടുപോയി വയ്ക്കണം. ഇത് പരിശുദ്ധ അമ്മ പറഞ്ഞതാണ്. പിതാവേ, ഈ വാക്ക് എൻ്റെ ഹൃദയത്തിൽ എത്രയോ സങ്കടം വരുത്തി. എത്രയോ വ്യസനവും ദുഃഖവും ആ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ അസാധ്യമാകുന്നു. എല്ലാം കൊണ്ടും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി കാര്യം എന്താണെന്ന് മനസ്സിലാകാത്തതിനാൽ വ്യസനത്താൽ മരിച്ചവളെ പോലെ ഞാൻ നടന്നിരുന്നു. സ്നേഹപിതാവ് അമ്പഴക്കാട്ടേക്ക് പോയി എന്ന് കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ബോധാശ്വാസം പിതാവിന് വരുന്നതിന് ഇടവരുത്തണമേ എന്ന് മാത്രം അപേക്ഷിച്ചിരുന്നു. പിതാവേ, സഹിക്കരുതാത്ത ദുഃഖവും വ്യസനവും ഈ ദിവസങ്ങളിൽ എന്നെ അമ്മ അനുഭവിപ്പിച്ചു. വീണ്ടും അമ്മ, നിന്റെ ആത്മപിതാവ് നിന്നോട് എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ കൽപ്പന മറികടന്ന് മിണ്ടരുത്. എവുപ്രാസ്യ, നീ സൂക്ഷിക്കണം, എനിക്ക് കീഴ്വഴങ്ങണം. ഇത് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചു തന്നിരുന്നു. അപ്പോൾ ഞാൻ, എൻ്റെ അമ്മേ, തലവന്മാർക്കും ആത്മപിതാവിനും കീഴ്വഴങ്ങാതെ ഞാൻ എങ്ങനെ ജീവിക്കും? എന്തേ ഇതിൻ വണ്ണം കൽപ്പിക്കുന്നു എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ വലിയ വ്യസനത്തോടെ ഞാൻ അപേക്ഷിക്കും. അപ്പോൾ ഒന്ന് ചിരിക്കും. പിതാവേ, ഒന്നും മിണ്ടുകയില്ല. 8-ാം ദിവസം ഞായറാഴ്ചയായിരുന്നു. അന്ന് സ്നേഹപിതാവിനെ കാണുന്നതിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഈ കാര്യങ്ങൾ പറയുന്നതിന് അനുവാദമില്ലാതിരുന്നതുകൊണ്ട് അന്ന് പിതാവ് വരാതിരിക്കുന്നതിന് ഞാൻ ആഗ്രഹിച്ചു. പിതാവേ, എന്തോ മനസ്സിലാകുന്നില്ല. വീണ്ടും അന്ന് രാത്രി 7 മണിക്ക്, എവുപ്രാസ്യ, നിനക്കുള്ള കൽപ്പന ഞാൻ നീട്ടിയിരിക്കുന്നു. നിന്റെ ആത്മപിതാവ് ഇവിടെ വന്നു പോയതിനു ശേഷം മാത്രം കാര്യമറിയിക്കാം. അതുകൂടാതെ എന്തു തന്നെ എൻ്റെ മകളോട് ചോദിച്ചാലും ഒന്നും മിണ്ടിക്കൂടാ എന്ന് ഞാൻ കഠിനമായി കൽപ്പിക്കുന്നു. ഈ വാക്ക് എൻ്റെ ഹൃദയത്തെ സദാ വ്യസനത്താലും ദുഃഖത്താലും നിറച്ചിരുന്നു. എൻ്റെ ബോധത്തിന് യാതൊരു ആശ്വാസവുമില്ലാത്ത സ്ഥിതിയിലായിരുന്നു. എങ്ങനെ ഞാൻ ആ ദിവസങ്ങൾ കഴിച്ച് എന്ന് മനസ്സിലാകുന്നില്ല. സ്നേഹപിതാവിൻ്റെ ആ വലിയ ദുഃഖസ്ഥിതിയും എന്നെ ഇരട്ടി ദുഃഖിപ്പിച്ചിരുന്നു. ഒരിക്കൽ പരിശുദ്ധ അമ്മയോട് ഞാൻ ചോദിച്ചു, എന്തേ ഇത്രയേറെ പേരുടെ അപേക്ഷ ഉണ്ടായിട്ടും എൻ്റെ അമ്മ തന്നെ ഈ കാര്യത്തിൽ അപേക്ഷിച്ചിട്ടും കാര്യം സാധിക്കാതെ പോയത്? അമ്മ അപേക്ഷിച്ചാൽ എല്ലാം കിട്ടുമല്ലോ എന്ന് ചോദിച്ചതിന്, എൻ്റെ മകളെ, ഇതിനാൽ വരുന്ന നന്മ കണ്ടിട്ടാകുന്നു. അവർ തോറ്റാൽ പല അപകടങ്ങൾ നേരിടും. നിന്റെ ആത്മപിതാവിന് യാതൊരു തിന്മയും ഞാൻ ചെയ്യുകയില്ല. അവരുടെ ഹൃദയം ഏറ്റവും കടുത്തു പോകും. ആയതിന് ഇടവരാതിരിക്കാൻ വേണ്ടിയാണ്. എവുപ്രാസ്യ, അവരുടെ നന്ദികേടുകളെ കണ്ട് എൻ്റെ തിരുക്കുമാരൻ്റെ ഹൃദയം സദാ ഞെരുങ്ങുന്നു, പാടുപെടുന്നു. എൻ്റെ മകളെ, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നല്ലവണ്ണം അപേക്ഷിക്കണം. എൻ്റെ തിരുക്കുമാരൻ്റെ തിരുച്ചോരയുടെ ഫലമായ മനുഷ്യർ നശിച്ചു പോകുന്നതിനെ കണ്ട് ഞാൻ അനുഭവിക്കുന്ന സങ്കടവും വ്യാകുലവും അന്ന് കുരിശിൻ ചുവട്ടിൽ ഞാൻ അനുഭവിച്ച സങ്കടം പോലെ ഇരട്ടിയായി അനുഭവിക്കുന്നു. എവുപ്രാസ്യ, അവർക്കു വേണ്ടിയും നന്ദികെട്ട പാപികൾക്കു വേണ്ടിയും നല്ലവണ്ണം അപേക്ഷിപ്പിക്കണം. നീ ധൈര്യമായിരിക്കുക, ഒന്നുകൊണ്ടും വ്യസനിക്കേണ്ട. ആ സമയത്ത് പിതാവേ, പരിശുദ്ധ അമ്മയുടെ സങ്കടസ്ഥിതി കണ്ടാൽ സഹിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. അമ്മയുടെ സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ നടന്നിരുന്നത്. 3-4 പ്രാവശ്യം സഹിക്കുവാൻ സാധിക്കാതെ ബോധക്ഷയമായി വീണുപോയി. ആ സമയം ഈ അനുഗ്രഹത്തിൻ്റെ അമ്മ എന്നെ പിടിച്ച് ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിച്ചു. ജൂലൈ 28-ന് തുടങ്ങി സ്വർഗാരോപണ തിരുനാൾ ദിവസമായ ഇന്നുവരെ രാത്രി മുടങ്ങാതെ ചിലപ്പോൾ 9:30-ക്കും ചിലപ്പോൾ 10-നും വന്ന് കൊന്തയും മറ്റു നമസ്കാരങ്ങളും ചൊല്ലും. ചിലപ്പോൾ 12 മണിക്കും ചിലപ്പോൾ 3 മണിക്കും പോകും. ശീശ്മക്കാർക്കും പാപികൾക്കും വേണ്ടി മുടങ്ങാതെ അപേക്ഷിച്ചിരുന്നു. പിതാവേ, ഇന്നലെ രാത്രി മുഴുവനും നമസ്കാരങ്ങളും ഓരോ ഉപദേശങ്ങളുമായി വളരെ സ്നേഹപക്ഷത്തോടെ കാലത്ത് 5 മണി വരെ ഉണ്ടായിരുന്നു. ഇന്ന് സ്വർഗാരോപണ തിരുനാളാണല്ലോ. ഇന്നലെ പരിശുദ്ധ രാജ്ഞി എന്ന ഗീതത്തിന് മണിയടിച്ചപ്പോൾ
കൈകളിൽ തിരികൾ കത്തിച്ചു പിടിച്ചിരുന്ന അനേകം മോക്ഷവാസികളുടെയും മാലാഖമാരുടെയും നടുവിൽ പരിശുദ്ധ അമ്മ 7 പടിയുള്ള ഒരു പ്രകാശമേഘത്തിൽ എഴുന്നള്ളി വന്നു. ശ്രേഷ്ഠത്തിയമ്മ അന്ന് എന്തോ ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. ഞാനതറിഞ്ഞില്ല. ഉടൻ ഒരു മാലാഖ വന്ന്, എവുപ്രാസ്യ, ശ്രേഷ്ഠത്തി വരികയില്ല. വേഗം നടുവിൽ ചെന്ന് പരിശുദ്ധ രാജ്ഞി തുടങ്ങുവാൻ പരിശുദ്ധ അമ്മ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ നടുവിൽ ചെന്ന ക്ഷണം പരിശുദ്ധ അമ്മ തന്നെ തുടങ്ങി. ഞാനും തുടങ്ങി. ഇങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആശീർവാദം തന്ന് പിരിഞ്ഞു. പിതാവേ, എന്തൊരു കാന്തിയുള്ള പ്രകാശ കതിരുകളാണ് വീശിയിരുന്നത്! എന്ത് ഞാൻ പറയേണ്ടു? എന്തൊരു കാഴ്ച! പിതാവേ, ഇതിനൊന്നിനും എനിക്ക് ഒരിക്കലും യോഗ്യതയുണ്ടായിട്ടില്ല. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇത് ചെയ്തു. ഈ നന്ദികെട്ട പാപിയോട് എന്തേ അവിടുന്ന് ഇതിൻവണ്ണം ചെയ്യുന്നു എന്നോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എങ്കിലും എൻ്റെ അമ്മയിൽ നിന്ന് പിരിയുന്നത് എനിക്ക് സഹിച്ചുകൂടാ. എന്നോട് നല്ല പണിയാണ് ഇന്ന് അമ്മ ചെയ്തത്. ഓർക്കുമ്പോൾ എനിക്ക് സഹിച്ചുകൂടാത്ത ദുഃഖം വരുന്നു. പിതാവേ, എന്നെ അമ്മ കൊണ്ടുപോയില്ലല്ലോ. എൻ്റെ അമ്മയോടുകൂടെ ഒന്നിച്ചു ജീവിക്കുന്നതിന് ഭാഗ്യം എന്ന് എനിക്ക് കിട്ടും. ആ നാഴിക എപ്പോൾ വരും? ഞാൻ ലോകത്തിൽ യാതൊന്നും അനുഭവിക്കാൻ മനസ്സാകുന്നില്ല. എൻ്റെ ഹൃദയത്തിന് ഒരു ആശ്വാസവും സന്തോഷവും വരുത്തുവാൻ തക്ക ഒരു വസ്തുവും ഞാൻ കാണുന്നില്ല. സ്നേഹപിതാവിൻ്റെ ഗുണദോഷത്താൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് കരുതുന്നു. അതിന് പിതാവിന് സമയം ചുരുക്കമാണല്ലോ. എല്ലാം മരണത്തോളം സഹിച്ചാൽ മതി, അല്ലേ പിതാവേ? എനിക്ക് നല്ല ക്ഷമ കിട്ടുന്നതിന് വേണ്ടി അപേക്ഷിക്കണമേ. മറക്കല്ലേ പിതാവേ. പരിശുദ്ധ അമ്മയാൽ മുടക്കപ്പെട്ട കാര്യം ഞാൻ സ്നേഹപിതാവിന് ചോദിച്ചിട്ട് ഉത്തരം പറയുന്നതിന് താമസിച്ചത് വ്യസനം കൊണ്ടാകുന്നു. എങ്കിലും എത്ര വലിയ ആകാശത്തിനടുത്ത 1000 കാഴ്ചകളെക്കാളും പ്രമാണത്തെക്കാളും എൻ്റെ അമ്മയെ കാണപ്പെടുന്ന എൻ്റെ തലവനായിരിക്കുന്ന ഈശോമിശിഹായ്ക്ക് കീഴ്വഴങ്ങി ഞാൻ കാര്യം അറിയിക്കുന്നതിന് ഒരുങ്ങിയിരിക്കുന്നു. ആകാശത്തിനടുത്ത കാഴ്ചകളും പ്രമാണങ്ങളുമൊന്നും ഈ തലവൻ്റെ മുമ്പാകെ എനിക്ക് സാരമില്ല. ഒരു കാറ്റുപോലെ ഞാൻ സാരമില്ലാതെ കരുതുന്നു. എൻ്റെ അമ്മേ, എന്നെ മുഴുവനും കീഴ്വഴക്കത്തിന് സമർപ്പിക്കുന്നു. എൻ്റെ ദേഹം പല കഷ്ണങ്ങളായി മുറിച്ചാലും ശരി, ഇതിനു കീഴ്വഴങ്ങാതെ ഇരിക്കുകയില്ല. കീഴ്വഴക്കത്തെക്കുറിച്ച് മരിക്കുന്നതിനു കൂടെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്നേഹപിതാവിനോട് കാര്യമറിയിച്ചു. പിതാവേ, അത് പറഞ്ഞ ക്ഷണം ഒരു തലചുറ്റ് വന്നു. വളരെ സന്തോഷത്തോടെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആശീർവാദം തന്നു. അമ്മ തന്നെയാകുന്നു വന്നത്. എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. പിതാവേ, അമ്മ ചിരിച്ചുകൊണ്ടുപോയി. ആ കൽപ്പന ദിവസങ്ങളിൽ തന്നെ ഞാൻ വളരെ വ്യസനിച്ച് നടക്കുന്ന സമയത്ത് വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതി വളരെ സ്നേഹത്തോടെ എൻ്റെ അടുക്കൽ മനോഹരമായ പ്രകാശം വീശിക്കൊണ്ട് കാണപ്പെട്ടു. പതിവ് പോലെ തലചുറ്റും വന്നു. വേറെ ഒരാൾ അമ്മത്രേസ്യ പുണ്യവതിയുടെ രൂപത്തിൽ ഒരു മറവിൽ നിന്നിരുന്നു. ആദ്യം പറഞ്ഞത് അമ്മത്രേസ്യ, എൻ്റെ മകളെ, നീ ഈ വ്യസനവും ഞെരുക്കവും സഹിക്കുന്നതിന് നമ്മുടെ മണവാളനായ ഈശോമിശിഹായും ദൈവമാതാവും തിരുമനസ്സായിരിക്കുന്നു. കീഴ്വഴക്കത്തെക്കുറിച്ച് എൻ്റെ മകളുടെ ഹൃദയത്തെ അവിടത്തേക്ക് പൂജിക്കുന്നത് ദിവ്യരക്ഷിതാവിന് വളരെ ഇഷ്ടവും എല്ലാറ്റിലും സന്തോഷമുള്ളതാകുന്നു. ഇതിനൊടുവിൽ നമ്മുടെ മോക്ഷമണവാളൻ ഇരട്ടി മോക്ഷ സമ്മാനം തരും നിശ്ചയമാണ്. ഇതിനൊടുവിൽ നമ്മുടെ മോക്ഷമണവാളൻ ഇരട്ടി മോക്ഷ സമ്മാനം തരും നിശ്ചയമാണ്. എവുപ്രാസ്യ, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇടവിടാതെ നല്ല ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ അടക്കി കീഴ്വഴക്കത്തെക്കുറിച്ച് സഹിച്ച് നിന്റെ മോക്ഷമണവാളന് കാഴ്ചവെക്കണം. ഇത് നീ സഹിക്കുന്നത് അവിടുത്തെ ഹൃദയത്തിന് വളരെ സന്തോഷവും ആശ്വാസവും വരുത്തുന്നതാകുന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ തലവന്മാർക്ക് കീഴ്വഴങ്ങാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തലവന്മാരും എൻ്റെ ആത്മപിതാവായ കുമ്പസാരക്കാരനും എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യേണ്ടു? പിതാവേ, അപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് നിന്നു. അതിൻ്റെ ഉത്തരമില്ല. പരിശുദ്ധ അമ്മയുടെ കൽപ്പന നിന്റെ ആത്മപിതാവായ മെത്രാനച്ചൻ ഇവിടെ വന്നു പോയതിൻ്റെ ശേഷം മാത്രമേ ആ കാര്യം അറിയിക്കാവൂ എന്നാണെന്ന് പറഞ്ഞു. എൻ്റെ മകളെ, നീ എല്ലാറ്റിലും പൂർണ്ണതയോടെയും റഗുള ന്യായപ്രമാണത്തെ സൂക്ഷ്മമായും കാത്തു സൂക്ഷിച്ചു ജീവിക്കണം. വലിയ ഹൃദയത്തോടുകൂടെ നിന്റെ മോക്ഷമണവാളനെ സ്നേഹിക്കുക. മകളെ, നീ ഓരോരോ ഞെരുക്കങ്ങൾ സഹിക്കുന്ന സമയത്ത് നല്ല ധൈര്യമുള്ളവളായിരിക്കണം എന്നും മറ്റും പറഞ്ഞു. അല്പമായ പ്രവൃത്തികളിൽ എല്ലാവരും നല്ല വിശ്വസ്തതയുള്ളവരാകണം.
നിങ്ങൾ ദൈവശുശ്രൂഷികളാകുന്നു എന്ന ഓർമ്മ എല്ലാറ്റിലും ഉണ്ടാകണം. നാളെ കുർബാന കൈക്കൊണ്ട് കഴിയുമ്പോൾ മറ്റു കാര്യങ്ങൾ പരിശുദ്ധ അമ്മ അറിയിക്കും എന്ന് പറഞ്ഞ് ആശീർവാദവും തന്നുപോയി. ആ ക്ഷണം തന്നെ പിതാവേ, ആ രൂപത്തിൽ ഒരു ത്രേസ്യ വന്നിരിക്കുന്നു. എനിക്ക് ഇപ്പോൾ തമാശ പോലെ തോന്നുന്നു. പ്രകാശവുമുണ്ട്. എത്ര ദിവസമായി നിനക്ക് ഒരു കൽപ്പന തന്നിട്ട് ഇതുവരെ എന്തേ നിറവേറ്റാത്തത്? നിന്റെ പുണ്യം എവിടെ? ഇന്ന് നിന്നെ ദൈവം ശിക്ഷിക്കും. നിനക്ക് കീഴ്വഴക്കമില്ല. നാളെ തന്നെ വണ്ടി വിളിച്ചു പോയി കാര്യം നിന്റെ മെത്രാനച്ചനെ അറിയിച്ചില്ലെങ്കിൽ നിന്നെ ശിക്ഷിക്കും. നീ എന്തൊരു വലിയ ദോഷമാണ് ചെയ്തു നടക്കുന്നത് എന്നും മറ്റും പറഞ്ഞ് വളരെ ശാസനയോടെ പറഞ്ഞു. എനിക്ക് വളരെ വ്യസനമുണ്ടായെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ പ്രകാരത്തിലും വളരെ പാപങ്ങൾ ചെയ്ത് എൻ്റെ നല്ല ദൈവത്തെ എതിർത്ത് പിഴച്ചുപോയി. ഞാൻ വലിയ കുറ്റക്കാരിയും വലിയ പാപിയുമാകുന്നു എന്ന് പറഞ്ഞ ക്ഷണം വളരെ അലർച്ചയോടെ രൂപം മാറി വാലും കൊമ്പുകളും വെച്ചു. ഞാൻ വീണ്ടും, അയ്യോ സ്നേഹിത, നാണം കെട്ടവനെ, ദുഷ്ടാരൂപിയെ, നിനക്ക് എന്ന് ഇതിന് മടുപ്പ് വരും? നീ എന്തേ ഈ വേഷങ്ങൾ കെട്ടി വരുന്നു എന്നും മറ്റും ഞാൻ ചോദിച്ചു. അവൻ അലർച്ചയും ശാപവാക്കുകളും മറ്റുമായി, നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു പോയി. വീണ്ടും മുറിയിലെ മേശകൾ കുലുക്കുകയും അലർച്ചയും പല്ലുകടിയും അന്നുണ്ടായി. പിന്നെ ഒന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം ഞാൻ കുർബാന കൈക്കൊണ്ട് കഴിഞ്ഞ ക്ഷണം എൻ്റെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, എവുപ്രാസ്യ, എഴുന്നേറ്റ് മുറിയിൽ പോവുക. ഞാൻ പോന്നു. പെട്ടെന്ന് തലചുറ്റും വന്നു. ആ സമയം വളരെ പ്രകാശത്തോടും ശോഭയോടും കൂടെ അനേകം മാലാഖമാരുടെ നടുവിൽ നക്ഷത്രങ്ങൾ പതിക്കപ്പെട്ട ഒരു മേഘത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യയോടുകൂടെ പരിശുദ്ധ അമ്മ എഴുന്നള്ളി വന്നു. എൻ്റെ മകളെ എന്ന് വിളിച്ചു. ഒരു വലിയ പട്ടണവും അതിലെ ആളുകളെയും കാണിച്ചു തന്നുകൊണ്ട്, ഇതിൽ എന്തുമാത്രം മനുഷ്യരുണ്ടെന്ന് കാണുക. ഓ എൻ്റെ പിതാവേ, അസംഖ്യം മനുഷ്യർ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു. എൻ്റെ മകളെ, ഇവർ വിശ്വാസമില്ലാതെ അവരെ സൃഷ്ടിച്ച ദൈവത്തെ മറന്ന് അനേകതരം കഠിന പാപങ്ങൾ ചെയ്തുകൊണ്ട് നന്ദികെട്ട ദുഷ്ടന്മാരായി ജീവിക്കുന്നു. ഇവർ എൻ്റെ തിരുക്കുമാരൻ്റെ തിരിച്ചോരയുടെ ഫലമാകുന്നു. ഇവർക്ക് വേണ്ടി എൻ്റെ പുത്രൻ എത്രയോ കഠിന പീഡകൾ സഹിച്ചു മരിച്ചു. എൻ്റെ മകളെ, എൻ്റെ ദിവ്യകുമാരൻ ഈ നന്ദികെട്ട മനുഷ്യവർഗത്തിൻ്റെ കഠിന പാപങ്ങളെ കണ്ട് ഇപ്പോഴും സദാ പീഡ സഹിക്കുന്നു. ഇവർ പാപത്തെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവനീതിയുടെ ശിക്ഷ ഇവരുടെ മേൽ വരും. അതിനാൽ എൻ്റെ മകളെ, നീ നല്ലവണ്ണം ഈ പട്ടണത്തെ മനുഷ്യർക്ക് വേണ്ടി അപേക്ഷിക്കണം. അവരുടെ നന്ദികേടുകൾക്ക് തക്കതായ പരിഹാരം ചെയ്യുക. അപേക്ഷിക്കുക, അപേക്ഷിക്കുക മകളെ എന്ന് പറഞ്ഞു. ദൈവനീതിയുടെ കോപത്തിന് പരിഹാരം വരുത്തുന്നതിന് എൻ്റെ തിരുക്കുമാരൻ്റെ തിരിച്ചോരയെ കാഴ്ചവെച്ച് അപേക്ഷിക്കണം എന്ന് മുമ്പ് പല പ്രാവശ്യം അറിയിച്ചിട്ടില്ലേ? അതുതന്നെ നല്ലവണ്ണം ചെയ്യുക എന്ന് പറഞ്ഞു. എവുപ്രാസ്യ, മനുഷ്യരുടെ ദുഷ്ടതകൾ വർദ്ധിച്ചു വരുന്നതിനാൽ എൻ്റെ തിരുക്കുമാരൻ സഹിക്കാനാവാത്ത സങ്കടം സദാ അനുഭവിക്കുന്നത് കണ്ട് എൻ്റെ വ്യാകുലം ഇരട്ടിയാകുന്നു എന്ന് മഹാസങ്കടത്തോടും ദുഃഖത്തോടും കൂടെ പറഞ്ഞു. എൻ്റെ മകളെ, എൻ്റെ ദിവ്യകുമാരൻ്റെ ഹൃദയത്തിന് നിനക്ക് സാധിക്കുന്ന വിധം ആശ്വാസം വരുത്തണമെന്നും പറഞ്ഞു. പിതാവേ, ആ സമയത്ത് അമ്മ അനുഭവിക്കുന്ന ദുഃഖവും വ്യസനവും കണ്ട് എനിക്ക് സഹിക്കാൻ സാധിക്കാതെ തളർന്നു വീണുപോയി. ഞാൻ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. ഉടൻ അമ്മ ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിച്ചു. വീണ്ടും, എൻ്റെ മകളെ, നീ സഭയ്ക്ക് വേണ്ടി നല്ലവണ്ണം അപേക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്താണ് ഞങ്ങളിൽ നിന്ന് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടക്കേടായി ഉള്ളതെന്ന് അറിയിച്ചു തരണമേ. എൻ്റെ അമ്മേ, ഞങ്ങൾ നിന്റെ പാവപ്പെട്ട മക്കളാകുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി തരണമേ എന്നും മറ്റും മുട്ടിപ്പായി അപേക്ഷിച്ചു. എവുപ്രാസ്യ, നീ വ്യസനിക്കേണ്ട, ധൈര്യമായിരിക്കുക. പൊതുവായി ഞാൻ പറയുന്നു, കുറേ പേർ മന്ദമായ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. ചിലർ ധ്യാനം, കാനന നമസ്കാരം എന്നിവ ഒരു വിചാരവും കൂടാതെ ചെയ്തു വരുന്നു. അനുസരണം, ഉപവി എന്നീ സംഗതികളിൽ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അതിൻ്റെ ശരിയായ ഫലമെടുക്കാതെ കളയുന്നു. എന്നാൽ എൻ്റെ മകളെ, ഇതിൻ്റെ പോരായ്മകൾ തീർക്കുന്നതായ തിരുത്തലുകളെ ഫലത്തോടുകൂടെയും എളിമയോടുകൂടെയും സ്വീകരിക്കാതെ അതിൻ്റെ ന്യായങ്ങൾ പറഞ്ഞു ഉള്ളിലാകെ ദേഷ്യവും പിറുപിറുപ്പുമായും കൈക്കൊണ്ടുവരുന്നു. ഈ 3 കാര്യങ്ങൾ വ്യക്തമായി ആത്മപിതാവിനെ അറിയിക്കണം. എല്ലാവരുമല്ല, എൻ്റെ സഭയെ സ്നേഹിക്കുന്നതുകൊണ്ടും മേലിൽ എൻ്റെ മക്കൾ ഏറ്റവും ശ്രദ്ധയോടെ ജീവിക്കുന്നതിന് വേണ്ടിയും അറിയിക്കുന്നതാകുന്നു. ദൈവശുശ്രൂഷികളാകുന്നു എന്ന ഓർമ്മ സദാ ഉണ്ടാകണം. ദൈവശുശ്രൂഷികളുടെ അല്പമായ പ്രവൃത്തികളുടെ കണക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കാഠിന്യമുള്ളതാകുന്നു.
പൊതുവായി എല്ലാവർക്കും വേണ്ടി അറിയിച്ചതാകുന്നു. എരിവോടും ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടെ എൻ്റെ സഭയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യണം. ഇത് സ്നേഹപിതാവ് ഉപദേശിച്ച് അറിയിക്കണം എന്ന് അറിയിക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. എവുപ്രാസ്യ, എൻ്റെ മകളെ, നവസന്യാസിനികളെ നിന്റെ കടമ പോലെ നല്ലവണ്ണം വളർത്തണം. അവരുടെ തെറ്റുകൾ ഞാൻ എൻ്റെ മകളെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നും വിഷാദിക്കേണ്ട, ഞാൻ നിന്റെ അമ്മയല്ലേ എന്നും മറ്റും ചില സ്നേഹത്തിനടുത്ത ഉപദേശം പറഞ്ഞ ആശീർവാദവും തന്നു. പോകുന്ന സമയം ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദിയുള്ളവരായി എല്ലാവരും ജീവിക്കണം എന്നും അറിയിച്ചു. സ്നേഹപിതാവേ, സ്വർഗാരോപണ തിരുനാൾ ദിവസം ഞാൻ കുർബാന കാണുന്ന സമയം ഇടമണി കിലുക്കിയപ്പോൾ വളരെ ഇമ്പമേറുന്ന പാട്ടുവാദ്യങ്ങൾ കേട്ടു. പള്ളിയുടെ അകം മുഴുവനും പ്രകാശക്കതിരുകളാൽ നിറഞ്ഞിരുന്നു. എന്നാൽ ആളെ ഞാൻ കണ്ടില്ല. മനോഹരമായതും ഇമ്പമേറിയ വാദ്യങ്ങളുടെ സ്വരവും കേട്ടിരുന്നു. പരിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയം ഒന്നും കേട്ടില്ല. വീണ്ടും നേരിയ സ്വരത്തിൽ സ്നേഹത്താൽ ജ്വലിക്കുവാൻ തക്കവിധം കുറേശ്ശെ കേട്ടിരുന്നു. ഇങ്ങനെ കുർബാന കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. വാഴ്വ് കഴിഞ്ഞ ക്ഷണം എൻ്റെ മകളെ, നമുക്ക് മുറിയിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അനുവാദം ചോദിച്ചു പോന്നു. മുറിയിൽ വന്ന ക്ഷണം ബോധം പോയി. 9 പദവിയുള്ള മേഘത്തിന്മേൽ അനേകം മാലാഖമാരും മോക്ഷവാസികളും വാദ്യവൃന്ദങ്ങളോടുകൂടെ പടിപടിയായി നിരന്നു നിൽക്കുന്നതും അവരുടെ നടുവിൽ പരിശുദ്ധ അമ്മ ഒരു വിശേഷ മുടി തലയിൽ വെച്ചുകൊണ്ടും അനേകം മാലകൾ കഴുത്തിലിട്ടുകൊണ്ടും നിൽക്കുന്നത് കണ്ടു. ഉടുപ്പ് വളരെ തിളക്കമുള്ളതും നക്ഷത്രങ്ങളും കല്ലുകളും പൂക്കളും പതിക്കപ്പെട്ടതുമായിരുന്നു. അതിൻ്റെ സവിശേഷത ഒന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ മകളെ, ഇന്ന് നിന്നോടുകൂടി സന്തോഷിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. എനിക്ക് മരിച്ച് അമ്മയോടൊപ്പം പോകുന്നതിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ എവുപ്രാസ്യ എന്ന് വിളിച്ച് മോക്ഷവാസികളെ ചൂണ്ടിക്കാണിച്ച് ഇതിൻ വണ്ണം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നോടുകൂടെ സന്തോഷിക്കണമോ? ലോകത്തിൽ പോയി സഹിച്ച് യോഗ്യത സമ്പാദിക്കണമോ? ഏതാണ് നല്ലത്? ഉടൻ അവർ ഏകസ്വരത്തിൽ, ദൈവം അനുവദിക്കുകയാൽ ഈ ഭാഗ്യം മുഴുവനും ഉപേക്ഷിച്ച് ലോകത്തിൽ പോയി സഹിച്ച് യോഗ്യത സമ്പാദിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അപ്പോൾ അമ്മ അവർ പറഞ്ഞത് കേട്ടോ മകളെ, ഇത്ര വളരെ യോഗ്യത സമ്പാദിക്കാനുള്ള ലോകത്തെ ഉപേക്ഷിച്ച് ഇപ്പോൾ മരിക്കുന്നതിന് എന്തേ ആഗ്രഹിക്കുന്നു? കുറേ നാൾ കൂടെ സഹിക്കുക. ഇത് നിന്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമാകുന്നു. ഇത് തന്നെ നിന്റെ മോക്ഷമണവാളനും തിരുമനസ്സായിരിക്കുന്നു. ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ട. ഞാൻ എൻ്റെ മകളോടുകൂടെ എല്ലായ്പ്പോഴുമുണ്ട്. ഞാൻ പോയാലും അടുത്തുനിന്ന് കാണാതെ സഹായിക്കും. ഞാൻ നിന്റെ അമ്മയല്ലേ, ധൈര്യമായിരിക്കണം എന്നും മറ്റും വളരെ സ്നേഹത്തോടെ പറഞ്ഞ് 3 പ്രാവശ്യം കൈപിടിച്ച് ചിരിച്ചുകൊണ്ട് കുലുക്കി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മകളെ, ദൈവാനുഗ്രഹങ്ങൾക്ക് എല്ലായ്പ്പോഴും നന്ദിയുള്ളവളായിരിക്കണം. എല്ലാറ്റിലും വളരെ എളിമയോടുകൂടി ജീവിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ പറഞ്ഞു തന്നു. പാപികൾക്കും ശീശ്മക്കാർക്കും വേണ്ടി അപേക്ഷിക്കണം. ദൈവശുശ്രൂഷികളായ വൈദികർക്ക് വേണ്ടി എൻ്റെ മകളെ നല്ലവണ്ണം അപേക്ഷിക്കണം എന്ന് പറഞ്ഞ് ആശീർവാദവും തന്ന് പോകുന്ന സമയം പല പ്രാവശ്യം നോക്കി ചിരിച്ചുകൊണ്ട്, ഞാൻ പോകുന്നു, ദുഃഖിക്കേണ്ട, നിന്റെ അടുക്കൽ കാണാതെ ഞാനുണ്ടാകും എന്ന് പറഞ്ഞു. പിതാവേ, ഇതിൽ കുറെ മറന്നുപോയി. എൻ്റെ അമ്മ പോയി. ഞാൻ എന്തു പറയേണ്ടു? എൻ്റെ ഹൃദയം അടക്കട്ടെ. ആ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് ഒട്ടും തിരിഞ്ഞില്ല. സ്വർഗാരോപണം തുടങ്ങി 8 ദിവസം ചൊല്ലുവാൻ ഒരു കൊച്ചു സുഹൃത ജപം ചൊല്ലിത്തന്നു. ആയത്, ദൈവജനനിയായ അമലോത്ഭവ മറിയത്തെ ത്രിലോകരാജ്ഞിയായി സ്തുതിച്ചു വണങ്ങുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ എവുപ്രാസ്യ, ആ പറയുന്ന ആൾ എൻ്റെ സ്നേഹമകൻ യോഹന്നാൻ അപ്പസ്തോലനാകുന്നു. പരിശുദ്ധ അമ്മയോടുകൂടെ ചേർന്ന് നിന്നിരുന്ന ചിലരൊക്കെ ഞാൻ മറന്നുപോയി. പിതാവേ, അന്ന് രാത്രി ഞാൻ കിടന്ന് അമ്മയെ ഓർത്ത് കരഞ്ഞിരുന്നു. 3 മണിയായപ്പോൾ ഒരാൾ വന്ന് എൻ്റെ മകളെ, എന്തേ ദുഃഖിക്കുന്നു? അമ്മ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഉറങ്ങാൻ പറഞ്ഞ് ആശീർവാദം തന്നുപോയി. കണ്ടില്ല, സ്വരം മാത്രം കേട്ടു. സ്നേഹപിതാവേ, ഇതിൽ പലതും ഞാൻ മറന്നുപോയി. പലതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുള്ളതൊക്കെ പരമാർത്ഥമായി സ്നേഹപിതാവിനെ അറിയിച്ചിട്ടുണ്ട്. എല്ലാം രഹസ്യം കാക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. മുടക്കപ്പെട്ട സംഗതി ഞാൻ സ്നേഹപിതാവിനോട് അറിയിച്ച അന്ന് രാത്രി അമ്മ പതിവ് പോലെ നമസ്കാരത്തിന് വന്നപ്പോൾ എന്തേ അമ്മ കൽപ്പിച്ചത് വിട്ട് പ്രവർത്തിച്ചു എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മേ, തലവന്മാർക്ക് കീഴ്വഴങ്ങുന്നത് എൻ്റെ കടമയാണ്. മരണം തന്നെ അമ്മ എനിക്ക് കൽപ്പിച്ചാലും ഞാൻ കീഴ്വഴങ്ങാതെ ഇരിക്കുകയില്ല.
ആ ക്ഷണം എൻ്റെ മകളെ, നിന്റെ ഈ യഥാർത്ഥത്തിലുള്ള കീഴ്വഴക്കത്തെ കണ്ട് സന്തോഷിക്കുന്നതിന് വേണ്ടിയാകുന്നു ഞാൻ വന്നത്. നിന്റെ തലവന്മാർക്ക് കീഴ്വഴങ്ങുന്നത് എനിക്ക് പൂർണ്ണ സന്തോഷമാകുന്നു. എനിക്ക് ഇതിനാൽ ദുഃഖമുണ്ടെന്ന് കരുതേണ്ട. ഏറ്റവും സന്തോഷമായി നീ ഞെരുക്കങ്ങളും വ്യസനങ്ങളുമെല്ലാം സഹിച്ചത് കീഴ്വഴക്കത്തെക്കുറിച്ചല്ലേ? അതുകൊണ്ട് നിന്റെ അമ്മയായ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകളായി മാറിയിരിക്കുന്നു. ഇതെല്ലാം എൻ്റെ അനുഗ്രഹത്താൽ മാത്രം കിട്ടിയതാകുന്നു. എൻ്റെ നന്മയെന്ന് തന്നെ ഓർത്ത് എല്ലാറ്റിലും എളിമപ്പെട്ട് ജീവിക്കണം. ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ട. ഓരോ ഞെരുക്കങ്ങൾ ഇനിയും സഹിക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല ധൈര്യത്തോടെ യോഗ്യത ഇരട്ടി കിട്ടുമെന്നോർത്ത് സന്തോഷത്തോടെ സഹിക്കുക. എൻ്റെ മകളെ, എല്ലാറ്റിലും നിന്റെ മോക്ഷമണവാളനും ഞാനും സഹിക്കുന്നുണ്ട്. ഇനിയും മരണത്തോളം കാക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാകുന്നു. സ്നേഹപിതാവേ, എല്ലാം രഹസ്യം പാലിക്കണമെന്ന് വീണ്ടും താഴ്മയോടെ അപേക്ഷിക്കുന്നു. എല്ലാം കീറിക്കളയണമെന്ന് അപേക്ഷിക്കുന്നു. ഈ എഴുത്ത് രാത്രി എഴുതിയതാകുന്നു. വളരെ തെറ്റുണ്ടാകും. എല്ലാം ഈ പാവപ്പെട്ട മകളോട് ക്ഷമിച്ച് വായിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, ഞാൻ ഏറെ തെറ്റുകളും പാപങ്ങളും ചെയ്തിട്ടുള്ള ഒരു പാപിയാകുന്നു. എൻ്റെ തെറ്റുകൾ എല്ലാം പറഞ്ഞു തന്ന് എന്നെ കുറ്റപ്പെടുത്തണമേ, നല്ലവളാക്കണമേ. എനിക്ക് മരിക്കുന്നതിനുള്ള ആഗ്രഹം വിടാതെ നിൽക്കുന്നു. പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും വിശദമായി സ്നേഹപിതാവിനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവേ, എനിക്കുണ്ടാകുന്ന വലിയ വേദന ഇപ്പോൾ മാറി, എങ്കിലും മുഴുവനും മാറിയിട്ടില്ല. ശേഷമെല്ലാം കൊണ്ടും നല്ല സമാധാനമുണ്ട്. ഞായറാഴ്ച വരുമ്പോൾ എനിക്ക് തനിച്ചൊന്ന് കാണുന്നതിന് ആഗ്രഹമുണ്ട്. ഞാൻ പള്ളിയിൽ ഒരുങ്ങി നിൽക്കട്ടെ പിതാവേ. പിതാവിൻ്റെ ദുഃഖം തീരാനായി ഞാൻ അപേക്ഷിച്ചു. നീ ദുഃഖിക്കേണ്ട മകളെ എന്നിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കറിഞ്ഞുകൂടെ പിതാവേ, ഇടയിൽ ചിലത് മറന്നുപോയി. എനിക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ഒന്ന് നല്ലവണ്ണം അപേക്ഷിക്കണമേ, മറക്കല്ലേ. ഞാനൊരു കഠിന പാപിയാകുന്നു. വളരെയേറെ തെറ്റുകൾ എനിക്കുണ്ടെന്ന് പിതാവിനറിയാമല്ലോ. എന്നെ നന്നാക്കണമേ. സ്നേഹപിതാവിൻ്റെ കൈകളിൽ എന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ഗുണദോഷ മറുപടിയും ആത്മപിതാവിനടുത്തതും സ്ലീഹാക്കടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. എനിക്ക് തനിച്ച് കാണുന്നതിന് ആഗ്രഹമുണ്ട്. സാധിച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇതെല്ലാം പല ദിവസങ്ങളായിട്ട് ജൂലൈ 28 തുടങ്ങി ഉണ്ടായതാകുന്നു. സ്ത്രീകൾക്കടുത്ത എൻ്റെ തോന്നലുകളാണെന്ന് കരുതിയാൽ മതി, കീറിക്കളയണമേ. എനിക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് വീണ്ടും താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ കർമ്മലീത നിഷ്പാദക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ. പിതാവേ, മുമ്പ് എഴുതിയതിൻ്റെ ബാക്കി ഇതിലാകുന്നു. അത് ഒരു പടിയിൽ മുഴുവനും കന്യാവ്രതക്കാർ സൈത്തുകൊമ്പുകൾ പിടിച്ചു നിൽക്കുന്നു. ആ ഗണത്തിൻ്റെ ഒരറ്റത്ത് യാതൊരു പൂക്കളവും ഇലകളുമില്ലാതെ കുറേ പേർ നിന്നിരുന്നു. പരിശുദ്ധ അമ്മ അവരെ ചൂണ്ടിക്കാണിച്ച്, എൻ്റെ മകളെ, അവർ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് അറിയിക്കുന്നതിന് ദൈവം തിരുമനസ്സായിരിക്കുന്നു. പലരുടെയും ആത്മഗുണത്തിന് വേണ്ടിയാകുന്നു. നീ ഒന്നും വിഷാദിക്കേണ്ട, കലങ്ങേണ്ട, സന്തോഷമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അശുദ്ധ പരീക്ഷകളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ജീവിതകാലത്ത് ആ അശുദ്ധ പരീക്ഷകളുടെ സന്തോഷം അനുഭവിച്ചിട്ടാണ് ഉപേക്ഷിച്ചിട്ടുള്ളത്. പലപ്പോഴും അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ പരമാർത്ഥമായ കുമ്പസാരത്താൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നശിച്ചു പോകുമായിരുന്നു. എൻ്റെ മകളെ, ഈ പ്രലോഭനങ്ങളാൽ വിഷമിക്കുന്നവരെ നീ ഉപദേശിക്കേണ്ടത് അത് വരുന്ന സമയത്ത് എളിമപ്പെട്ടുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും അതിൻ്റെ ഇഷ്ടത്തിന് സമ്മതിക്കാതെ വളരെ വ്യസനത്തോടെ ഉടൻ തന്നെ അതിനെ ജയിക്കണം. ആ പാപത്തിൻ്റെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ലോകത്തിൽ പോകാം, അവിടെ സന്തോഷമായി ജീവിക്കാം എന്നും മറ്റും ഉപദേശിക്കുന്നതിന് ഒരിക്കലും മടിക്കേണ്ട. എൻ്റെ മകളെ, അവർ കന്യാവ്രതക്കാരാകുന്നു. എങ്കിലും കന്യാവ്രതത്തിൻ്റെ സൈത്തുകൊമ്പ് അവർക്കില്ലാതായി എന്ന് കാണുക. എവുപ്രാസ്യ, ആ പരീക്ഷകളെ ജയിക്കുന്നവരെ കാണുക എന്ന് പറഞ്ഞ് പൂക്കളാൽ നിറഞ്ഞ ജയകൊമ്പുകളും വിശേഷ മുടികളും വിശേഷ കല്ലുകൾ പതിക്കപ്പെട്ട ഉടുപ്പുകളും അണിഞ്ഞ് അവിടുത്തെ അടുക്കൽ നിൽക്കുന്ന ആ ഗണത്തെ മഹാസന്തോഷത്തോടെ കാണിച്ചു തന്നു. ഇത് എൻ്റെ മകൾക്ക് അവസാനം കിട്ടുമെന്ന് ഉറച്ചിരിക്കണം. ഉള്ളിനടുത്ത് ഞെരുക്കങ്ങൾ നല്ലവണ്ണം സഹിക്കണം. നിന്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ സഹായത്താൽ മാത്രം. മകളെ, ലോകം വളരെ പാപങ്ങൾ നിറഞ്ഞതാകുന്നു. അതിൽ ഭയത്തോടെ ജീവിക്കണം. ധൈര്യം വേണം, വ്യസനിക്കേണ്ട. ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ സഹായിക്കും.